നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ബലം പിടിക്കുന്നോ? ഓഹോ, അല്ല ഇതാര്? സത്യഭാമയോ? ഈ 1 രൂപയ്ക്ക് 1 കോടിയുടെ വിലയുണ്ട്. കണ്ടിട്ട് ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പം സ്വഭാവത്തിനായിരിക്കും. പണിയെടുത്ത് തിന്നാൻ കഴിയില്ല. അല്ലെങ്കിൽ വീട്ടിൽ സുഖഭക്ഷണം കഴിച്ചിങ്ങനെ കഴിയുമ്പോഴേ ചില തള്ളമാർക്ക് ഭക്ഷണം എല്ലിന്റെ ഇടയിൽ കയറും. അപ്പൊ വീട്ടിലുള്ള മരുമക്കളോടും മക്കളോടും പോരടിച്ച് വീട് വിട്ടിറങ്ങും. അങ്ങനെ ഇറങ്ങിയതായിരിക്കും. അപ്പൊ ഭിക്ഷ കൊടുക്കണ്ടെന്നാണോ പറയുന്നത്? ഏയ്, ഇവർക്കൊന്നും കൊടുക്കുന്നു വേണ്ട. വല്ല കയ്യും കാലും ഒടിഞ്ഞവർക്കോ പണിയെടുക്കാൻ ത്രാണിയില്ലാത്തവർക്കോ കൊടുക്കാം. ഒന്നുമില്ലെങ്കിലും പുണ്യമെങ്കിലും കിട്ടും. ഇവർക്കൊക്കെ കൊടുത്തിട്ട് എന്തിനാ പിന്നെ ഇങ്ങനെ അഹങ്കാരം കൂട്ടുന്നത്? നല്ല ബാങ്ക് ബാലൻസ് ഉണ്ടാകുമെന്ന് ഈ തള്ളവർക്ക്. നീ വാ പോവാം. അമ്മ ഞങ്ങൾക്ക് വല്ലതും താ അമ്മ. അമ്മ വസുമതി എന്നെ കണ്ടാ തീർന്നു. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇവളെ പറഞ്ഞു ബോധ്യപ്പെടുത്താനാവില്ല. പറഞ്ഞാലൊട്ട് ഇവൾക്ക് മനസ്സിലാവുകയില്ല. എന്താപ്പ ചെയ്യ? എഴുന്നേറ്റ് മാറാനും പറ്റില്ലല്ലോ. അയ്യോ, ഇതാരാ ഒരൽപ്പം തെളിച്ചുള്ളൊരു പിച്ചക്കാരി? ഉടുത്തിരിക്കുന്ന വേഷം കണ്ട പിച്ചക്കാരിയാണെന്ന് തോന്നേയില്ലല്ലോ. അത് ശരി, അപ്പോ വേഷം കെട്ടാണ്. എന്നാ പിന്നെ ഇത് അറിഞ്ഞിട്ട് തന്നെ ഉള്ളു കാര്യം. വല്ല കൊള്ളക്കാരിയോ പിടിച്ചുപറിക്കാരിയോ ആണോ വന്നിരിക്കുന്നതെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? മാറ്റടി മുഖത്തൊന്ന് തുണി മാറ്റാൻ. മാറ്റടി മാറ്റടി. ബലം പിടിക്കുന്നോ? ഓഹോ, അല്ല ഇതാര്? സത്യഭാമയോ? ഇതെന്താ ഇങ്ങനെ? എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അല്ല, ഇതെന്ത് പറ്റി ഈ പുതിയ രൂപത്തിൽ ഇങ്ങനെ ഇവിടെ വന്നിരിക്കാൻ? വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയല്ലേ? അത് പിന്നെ വസുമതി, ഒരു പൂജയുടെ കാര്യത്തിനായിട്ട്. എന്ത് പൂജയുടെ കാര്യത്തിലായാലും എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഇതാണ് സത്യഭാമേ. പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയിലെ വരികൾ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. മാറാപ്പുണ്ടോ നിന്റെ കയ്യില്? എന്താ എടുക്കാഞ്ഞത്? അതും കൂടി ഉണ്ടായിരുന്നേല് ഈ കഥ അങ്ങ് പൂർത്തിയായേനെ. നിന്റെ പതനത്തിന്റെ കഥ, നിന്റെ ഗർവിന്റെയും അഹങ്കാരത്തിന്റെയും താന്തോന്നി തരത്തിന്റെയും ഫലമായിട്ടുള്ള അധപതനത്തിന്റെ കഥ. ഈ നിക്കുന്നവളെ നല്ല ഒന്നാന്തരം കുടുംബത്തിലെ വലിയ സ്വത്തുകാരിയാ. ഇവളുടെ അഹങ്കാരവും ഇവള് ചെയ്തിട്ടുള്ള ക്രൂരതകളും കൊണ്ട് മാത്രമാ ഇവക്ക് ഈ പിച്ചക്കാരിയുടെ രൂപത്തിൽ ഇവിടെ ഇരിക്കേണ്ടി വന്നത്. എത്ര പേരെ ഇവള് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ടെന്നോ? എന്റെ മകനെ തന്നെ ഇവൾ എന്തുമാത്രം ദ്രോഹിച്ചിരിക്കുന്നു. ആ ശാലിനിയെ ദ്രോഹിച്ചതിന് കണക്കുണ്ടോ? കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു സത്യഭാമേ.
നിന്റെ മകനിപ്പോ എവിടെയാ? കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ നിന്റെ ചിറകിനടിയിൽ വെച്ച് വളർത്തിയതാണല്ലോ. എവിടെയാ അവനിപ്പോ കിടക്കുന്നത്? വെറും തറയില്, ലോക്കപ്പിന്റെ സിമന്റ് തറയില്. നിന്റെ വീട്ടിലെ പട്ടുമെത്തയില് കിടന്നുറങ്ങേണ്ടവനെ നീയാണ് ആ പരുവത്തിലാക്കി പോലീസുകാർക്ക് മെതിക്കാൻ കൊടുത്തത്. അവരവനെ അവിടെ ഇട്ട് ചതയ്ക്കാണെന്നാ ഞാൻ കേട്ടത്. വസുമതി, ചത്തിരിക്കുന്ന സത്യഭാമയുടെ രൂപം മാത്രം ഇത്. വീണ്ടും വീണ്ടും കുത്തി വേദനിപ്പിക്കാതെ. നിന്നെയൊക്കെ പോലുള്ളവര് ചത്ത് ചെന്നാലും കുഴപ്പമാണടി. അവിടെയുള്ള ആത്മാക്കൾക്ക് പോലും നീ സ്വൈരം കൊടുക്കില്ല. അതുകൊണ്ട് കാലം പോലും നിന്നെ കൊണ്ടുപോയില്ല. കാരണം കൊണ്ടുപോയാലേ കാലിനും തലവേദനയാ. നിന്നെ ഈ പണിക്കും കൊള്ളില്ലല്ലോ സത്യഭാമേ. കണ്ടില്ലേ, പിച്ച തെണ്ടാൻ ഇറങ്ങിയിട്ട് അതിന് പോലും നിനക്ക് കഴിവില്ലല്ലോ എന്നാണല്ലോ കാണിക്കുന്നത്. മക്കളും മരുമക്കളും ഒക്കെ ഉപേക്ഷിക്കുന്ന ഒരു സന്ദർഭം വരികയാണെങ്കിൽ വെള്ളം ഇറങ്ങി മരിക്കാനുള്ള യോഗമില്ലെന്ന് ചുരുക്കം. എന്റെ മകനെ നീ എന്നിൽ നിന്നും പറിച്ചെടുത്തപ്പോ നീ ഓർത്തില്ലല്ലേ കാലം നിന്റെ മകനെ പറിച്ചെടുക്കാനും അവസരം തരുമെന്ന്. എന്തായാലും മകനെ രക്ഷിക്കാനായിട്ടാണെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിരിക്കുന്ന നല്ലതാ. 4 അരി തെണ്ടി അലഞ്ഞിട്ടാണെങ്കിലും തിളപ്പിച്ചു കുടിക്കാം. വസുമതി, ഈ വിവരം നീ മറ്റാരോടെങ്കിലും? അപ്പോഴും നിന്റെ നാണം കെട്ട ആഠ്യത്വം നിന്നെ വിട്ട് പോകുന്നില്ലല്ലോ സത്യഭാമേ. പിന്നെ നീ എങ്ങനെ ഗതി പിടിക്കാനാ? ഇനി നാറാനായിട്ട് നിനക്ക് ബാക്കി വല്ലതുണ്ടോ? മുച്ചൂടും നാറിയിട്ടാണല്ലോ നിനക്ക് ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്. എന്തായാലും ബന്ധോ സ്വന്തോ ഒന്നും നോക്കുന്നില്ല. എന്റെ മുന്നിൽ വന്ന് കൈ നീട്ടുന്നവർക്ക് എന്തെങ്കിലും പിച്ച ഞാൻ കൊടുക്കാതിരുന്നിട്ടുമില്ല. പക്ഷേ ചില്ലറയൊന്നും ഇല്ലല്ലോ സത്യഭാമേ. നീ ചെയ്തിട്ടുള്ള പാപങ്ങളൊന്നും ഈശ്വരൻ ഇതുവരെ ക്ഷമിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ക്ഷമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് തരാൻ എന്റെ കയ്യിൽ ചില്ലറ ഉണ്ടാവുമായിരുന്നു. എന്തായാലും നിന്റെ ഈ പത്രാസും വിലയുള്ള സാരിയും കണ്ടിട്ട് നോട്ട് തരാനും പറ്റുന്നില്ല. നീ അങ്ങ് ക്ഷമിക്ക്. അടുത്ത തവണ വരുമ്പോ നീ ഇവിടെ ഉണ്ടെങ്കിൽ തരാം. അല്ല, നീ ഇത് സ്ഥിരം തൊഴിലൊന്നും ആക്കുന്നില്ലല്ലോ അല്ലേ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനിയെങ്കിലും നീ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മനുഷ്യനായിട്ട് ജീവിക്കാൻ നോക്ക്. ഇല്ലെങ്കിൽ ചത്തു കിടന്നാ കുഴിച്ചിടാൻ പോലും ആരും കൂടെ കാണില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.